ജോൺ സാമുവലും മക്കളും. ജഡ്ജപ്പാപ്പിന് പറയാൻ വല്ലോണ്ടേ പറയേ. നേരം കുറെ ആയാലും ഈ പെങ്കൊച്ചുങ്ങളുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ നുണയുന്നു. നുണയല്ലടാ ഐസക്കെ, നെയ്യ്, വല നെയ്യ്. നിനക്കൊക്കെ ഇപ്പം എന്താ വേണ്ടത്? ഞാൻ എക്സിക്യൂട്ടർ ആയിരിക്കുന്ന സാമുവൽസ് ഹോസ്പിറ്റൽ അടുത്ത ആഴ്ച ലീസിന് കൊടുക്കാൻ ലേലത്തിന് വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം. അതിനാരൊക്കെയാ നിങ്ങൾക്ക് എതിരാളികളായിട്ട് ലേലത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് അറിയണം അല്ലേ? പറയാം, പക്ഷെ വേണം. ഒറ്റ നോട്ടത്തിൽ കാര്യമായ എതിരാളികളില്ല. ഒരാളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, ജോൺ സാമുവൽ. അങ്ങേരോ? അയാള് പൊട്ടി പാളീസായിരിക്കല്ലേ, ലേലം പിടിക്കാൻ പണം വേണ്ടേ? അതാ പറഞ്ഞത്, ഒറ്റ നോട്ടത്തിൽ എതിരാളികളില്ലാന്ന്. പക്ഷെ അതങ്ങനെ നിസ്സാരമായി കാണണ്ട. പണം ലേലത്തിന് തൊട്ടു മുമ്പ് കെട്ടിയാൽ മതി, സമയമുണ്ട്. അയാളുടെ കയ്യിൽ ഇനി വിൽക്കാൻ എന്താ ഉള്ളത്? ആ വീട്. അത് വാങ്ങാൻ ആരും വരില്ല. ഇനി വന്നാൽ വാങ്ങാനും പോണില്ല. അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നോട്ടവും കിടപ്പും ജോണിന് അനുകൂലമാണ്. ജഡ്ജപ്പാപ്പൻ ജോത്സ്യം പറയാൻ നിൽക്കണ്ട, അറിയാവുന്ന നിയമോശം പറഞ്ഞു തന്നാ മതി. അങ്ങനെ വലിയ നിയമം പറയാൻ ഞാൻ ആര്? ഇതൊക്കെ ഒരു ശീലമല്ലേടോ. ഇല്ലേ, വെറും ഒരു ചൂറ്റാനീസ് വക്കീല് മാത്രമായി എന്നെ നീ അടക്കം എല്ലാവരും എന്തേ ജഡ്ജപ്പാപ്പാന്ന് വിളിക്കുന്നത്? ജോൺ സാമുവലിന് പണം വരും, അതും അയാളുടെ പെങ്കൊച്ചുങ്ങൾ നിമിത്തം. വടക്ക് നിന്നും അയാൾക്കുള്ള പണം വരുന്നുണ്ട്, കൊട്ടക്കണക്കിന്. സൂക്ഷിച്ചോ. ഈശോയെ കാത്തുകൊള്ളണേ. വീട് നോക്കാൻ ആള് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായിടോ? ആരൊക്കെ കളിക്കുന്നുണ്ട് സാറേ, വരുന്നൊന്നും പറയുന്നതല്ലാതെ. ആരാ നോക്കി? ഓ, ആ നിങ്ങളോ? വരൂ, ഇരിക്കെ. ഒരിക്കൽ ആശുപത്രി ലേലക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ ചെറിയ മനപ്രയാസം ഉണ്ടായെന്നുള്ളത് സത്യം. ആ വിഷമത്തില് ഞങ്ങൾ എന്തൊക്കെയോ പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറക്കണം. ഇപ്പോ ഈ ലേലത്തിൽ സാറ് പങ്കെടുക്കുന്നുണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഒരു മത്സരം വേണ്ട, നമുക്ക് ഒരുമിച്ച് പോ. അതെങ്ങനെയാടോ കുറുക്കനും കുരങ്ങനും കൂടെ പങ്കുവച്ചോടം ചെയ്യണത്? അയ്യോ സോറി, ഈ കുരങ്ങൻ ഉദ്ദേശിച്ചത് എന്നെ തന്നെയാ. വാശിക്കാരനാണ് നീ. ഈ മർക്കടമുഷ്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാ. ശരി, വേണ്ട. കച്ചവടത്തിൽ പങ്കും കൂട്ടും വേണ്ട, പക്ഷെ ജീവിതത്തിലാകാമല്ലോ. അതുകൂടി നേരിട്ട് പറയാനാ വന്നത്. ഞങ്ങൾക്ക് സാറിന്റെ മക്കളെ വിവാഹം ചെയ്താൽ കൊള്ളാന്നുണ്ട്. ബന്ധുബലം ഒരു ബലം തന്നെ ഞങ്ങൾക്കും സാറിനും. അതൊന്നും വേണ്ട. നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്നെ വിട്ടേക്ക്, എൻ്റെ മക്കളെയും. സാർ അത് പ്ലീസ്. ഗുഡ് നൈറ്റ്. സാറാ ലേലം പിടിക്കുന്നുണ്ടോ? എവിടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നടക്കില്ല. പണം വേണ്ടോടൂ. വരും സാറേ, പണം വരും.